ആദരവ് നൽകണം. കാരണം ഇത് ആദ്യം തന്നെ കൊടുക്കേണ്ടിയിരുന്നു. കാരണം ഇന്ന് ഉസ്താദിന് കർണാടക സ്റ്റേറ്റിൽ തന്നെ ഉസ്താദുമാരുടെ ജമിയത്തുൽ ഉലമയുടെ വലിയ ആദരവുകൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബക്കാർ ഒരു നിർബന്ധമായ ബാധ്യതയാണ്. കാരണം ഒരു കുടുംബത്തിന് വലിയൊരു മഹിമയുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ഒരു പണ്ഡിതനായി ജനിച്ച് ആ പണ്ഡിതൻ വലിയ ആദരിക്കപ്പെടുന്നതായ ഒരു വ്യക്തിത്വമായി പണ്ഡിതന്മാർ അംഗീകരിക്കുന്നു. സമസ്തയുടെ വലിയ ഉലമാക്കളുടെ നേതൃത്വത്തിൽ വലിയൊരു ആദരവ് നൽകുമ്പോൾ കുടുംബക്കാർ വലിയൊരു സ്വീകരണമാണ് നൽകേണ്ടത്. കാരണം പണ്ഡിതന്മാർക്ക് തോന്നി ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ്, വലിയ നേതൃത്വങ്ങൾക്ക് തോന്നി വലിയ ആദരിക്കേണ്ട ഒരു വ്യക്തിയാണെന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് ഈ കുടുംബക്കാർ ആ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് വലിയൊരു സ്വീകരണം കൊടുത്തത് തന്നെ, ബഹുമാന ആദരവ് നൽകിയത് നമ്മുടെ വലിയ ബാധ്യതയാണ്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. കാരണം ഉസ്താദിൻ്റെ മഹല്ലും ഉസ്താദിൻ്റെ കുടുംബവും അവർക്ക് വലിയ പരിചയമുണ്ടാകാം. ഉസ്താദിൻ്റെ സ്വഭാവം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം, ഒരാൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ഏറ്റവും വലിയ സ്ഥാനവും ആഖിറത്തിൽ മീസാനിൽ ഏറ്റവും വലിയ ഭാരമുള്ള ഒരു നന്മ എന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതിനേക്കാൾ, മറ്റുള്ള ഓരോ നന്മകളേക്കാൾ സ്വഭാവം നന്നാവുക. ഹുസ്നുൽ ഖുൽഖ്, സ്വഭാവം നന്നാവുക. ആരോട് ഏത് സന്ദർഭത്തിൽ എങ്ങനെ പെരുമാറണം, അത് ഭാര്യ മക്കൾ തുടങ്ങി, കുടുംബത്തിൽ തുടങ്ങി, ഒരു സമൂഹത്തിൽ തുടങ്ങി, സുഹൃത്തുക്കൾ തുടങ്ങി, ഇങ്ങനെ വിവിധ മേഖലകളിൽ നമ്മുടെ സ്വഭാവം നമുക്ക് നന്നാക്കാൻ കഴിഞ്ഞാൽ അതാണ് നമ്മൾ ആഖിറത്തിൽ വിജയിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ അടയാളം. വലിയ നിസ്കാരക്കാരാണ്, ഭയങ്കര ദാനധർമ്മമാണ്, പക്ഷെ ആള് സ്വഭാവത്തിലുള്ള വളരെ പിന്നിലാണെങ്കിൽ അയാളുടെ കാര്യം കഷ്ടത്തിലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂനത പോലും ശത്രുക്കൾക്ക് പോലും പറയാനില്ലായിരുന്നു. അൽ അമീൻ, സത്യസന്ധമായി ജീവിച്ചു. ശത്രുക്കൾ പറഞ്ഞതാണ്, സത്യസന്ധമായി ജീവിച്ചു. അങ്ങനെ ഒരു വലിയ നേതൃത്വത്തിൻ്റെ വലിയ വിജയത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവങ്ങൾ നന്നാക്കുക. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും മാന്യമായ സ്വഭാവത്തിൻ്റെ ഉടമയായി നമുക്ക് നമ്മുടെ ഭാര്യമാരെ സമീപിക്കാൻ കഴിഞ്ഞാൽ, മക്കളെയും കുടുംബങ്ങളെയും സമീപിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഈമാനുണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ്. അൽഹംദുലില്ലാഹ് 12 കൊല്ലമായി ഞാൻ ഉസ്താദിനെ അടുത്ത വലിയൊരു